ഒരു ശുഭദിനം ശുഭസായാഹ്നം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സായാഹ്നം നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഈ ഒരു പുതിയ ലോകത്തിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. മലയാളത്തിൻ്റെ തെന്നിന്ത്യൻ ഇന്ത്യൻ സിനിമയുടെ ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്ന വേഫെയർ ഫിലിംസിൻ്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന എപ്പിസോഡിൻ്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. Can we have a huge round of applause to each and everyone over here for such an epic movie from Wayfarer Movies. This is Loka Chapter 1 Chandra. ഇത് പുതിയൊരു ലോകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ വഴിയേ വരും. ആദ്യം നമുക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ടീസർ നമുക്ക് കാണാം. അതോടൊപ്പം ഈ വേദിയെ ഭയങ്കരമായിട്ട് സമ്പന്നമാക്കാനായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒന്ന് രണ്ട് പേര് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇന്ത്യൻ സിനിമയുടെ ഐക്കോണിക് പ്രിയൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചാക്കോച്ചനുണ്ട്, പിന്നെ വൺ ആൻഡ് ഓൺലി സാബു സിറിൽ സാറുണ്ട്. അപ്പം ഗംഭീരമായ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പുതിയ യൂണിവേഴ്സിൻ്റെ തുടക്കം. അങ്ങനെ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഇറ്റ് നീഡ്സ് എ വിഷണറി ഡയറക്ടർ. And one man I would love to call upon in the beginning, the guy behind making this dream possible, the director of Loka Chapter 1 Chandra. Ladies and gentlemen, boys and girls, put your hands together to welcome one and only Dominic Aron, the man behind creating a universe in Malayalam cinema. This is Dominic Aron. Dominic, ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞ സംഭവം പറഞ്ഞാൽ എനിക്ക് കട്ട്സ് പറയാനും ഒക്കെ അറിയാവുള്ളൂ, സംസാരിക്കാൻ കുറച്ച് പാട്ടാണ്. ഡൊമിനിക് ഇങ്ങോട്ടോ, ഞാനല്ല ഇവിടെ. ഡൊമിനിക്, ഇത് മലയാളത്തിൽ ഈ ഫോട്ടോ ഒന്ന് മാറ്റാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് പുതിയൊരു ലോകം മലയാള സിനിമയിലേക്ക് തുറക്കപ്പെടുകയാണ്. എന്താണ് ലോകയെ പറ്റി പറയാനുള്ളത്? ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ആദ്യത്തെ പടം ചെയ്തിട്ട് ഏകദേശം ഇറ്റ്സ് ബീൻ 8 years നോ. അപ്പോൾ തരംഗം ചെയ്തതിന് ശേഷം 8 years കഴിയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ഗ്യാപ്പ് ഫോർ എ ഫിലിം മേക്കർ. അപ്പം നമ്മുടെ ഈ ജനറേഷനിലെ ഫിലിം മേക്കേഴ്സിന് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് പ്രിയൻ സാറൊക്കെ മോർ ദാൻ 100 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജനറേഷനിലുള്ളൊരു ഫിലിം മേക്കറിന് ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഡു ദാറ്റ് നമ്പർ ഓഫ് ഫിലിംസ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു 10-15 സിനിമകൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ 15 സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഒരു ടൈമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അപ്പോൾ ആസ് ഫോർ മൈ കരിയർ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, എൻ്റെ ഏതാണ്ട് പകുതി തീർന്നു 8 വർഷം എന്ന് പറയുമ്പോൾ. പക്ഷേ ഈവൻ ദാറ്റ് സെഡ്, ഐ ഫീൽ ഭയങ്കര ഒരു ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ദിവസം ഇതുവരെ, ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ഷൂട്ട് ടിൽ ദിസ് പോയിൻറ്റ് വെയർ ദ ഫിലിം ഇസ് ഇൻ ദ ഫൈനൽ സ്റ്റേജസ്. ഇറ്റ്സ് എ വെരി ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ഈ 8 years വെയിറ്റ് ചെയ്തത് ഐ ഫീൽ ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ്സ് വർത്ത് ദ വെയിറ്റ് എന്ന് ഫീൽ ചെയ്യുന്നു. 8 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഡോം എന്നാണ് ഡൊമിനിക്കിനെ കുറേ പേര് ഇവിടെ വിളിക്കുന്നത് കേട്ടു. അപ്പോൾ ഡോം തന്നെ ഞാൻ വിളിക്കാം, കുഴപ്പമില്ല അല്ല. സോ ഡോം 8 വർഷം വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത സിനിമ ആണ് ഇത് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2 വർഷത്തിലൊരിക്കൽ ചാപ്റ്റർ 1 ശേഷം 2, 3, 4 വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പ്ലാനിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ഇവരുടെയൊക്കെ മുഖത്തെ ചിരി കാണുമ്പോൾ അറിയാം. നസ്ലിനും കല്യാണമൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. 8 years ഞാൻ ഇതുമായിട്ടിരിക്കുകയല്ലായിരുന്നു. ഐ വാസ് ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സ്. പക്ഷേ പാൻ ഔട്ട് ആയത് ഇതാണ്. ഇത് ഇനീഷ്യലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേജിൽ ഇറ്റ് വാസ് എ വെരി സ്മോൾ ഫിലിം, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു ഐഡിയ ആണ്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഒരു ഐഡിയ ആണ്. പിന്നെയാണ് പയ്യെ ടീം വലുതായപ്പോൾ ഇറ്റ് ഗ്രൂ ഇൻ ടു എ ബിഗർ ഫിലിം. അപ്പം അങ്ങനെ ഒരു ബിഗ് ഫിലിം നമുക്ക് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി നമ്മുടെ വിഷൻ ഷെയർ ചെയ്യുന്നൊരു പ്രൊഡ്യൂസർ വേണം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് വേണം. അപ്പോൾ താങ്ക്ഫുള്ളി DQ ആൻഡ് ജോം ഹാവ് ബീൻ ദാറ്റ് ബിഗ് സപ്പോർട്ട് ഫോർ അസ് ടു മേക്ക് ദിസ് ഫിലിം ലൈക്ക് ദിസ്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ക്രൂ ആണ്. ഇത് ഞാൻ പറയുന്നത്, ഇതൊരു നിങ്ങളിപ്പോൾ ഇതിനെ സൂപ്പർ ഹീറോ ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ പറയുമെങ്കിലും ദിസ് ആക്ച്വലി വി ആർ ആക്ച്വലി ഇൻവൈറ്റിംഗ് യു ഇൻ ടു എ ന്യൂ വേൾഡ്. അപ്പോൾ ആ വേൾഡിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സായിട്ട് കാണിക്കുന്നത്, റിവീൽ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എൻ ഇൻവിറ്റേഷൻ ടു എ ന്യൂ വേൾഡ് വേ യു ഗോയിങ് ടു മീറ്റ് എ ന്യൂ ഒരു ഷാഡോ വേൾഡിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ക്യാരക്ടറിനെയാണ് നമ്മൾ ഈ സിനിമയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇറ്റ്സ് എ സൂപ്പർ ഹീറോ ഫിലിം. ആ ജോണർ സൂപ്പർ ഹീറോ ആണ്, പക്ഷേ ഇറ്റ്സ് എ ഫാൻറ്റസി ഫിലിം, ഇറ്റ്സ് വേൾഡ് ബിൽഡിംഗ് ഫിലിം. ടെക്നിക്കൽ സൈഡ് പോകുമ്പോൾ ഗംഭീരമായ ഒരു ടെക്നിക്കൽ ലൈനപ്പ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ആർട്ട് ചെയ്തിരിക്കുന്നത് ബംഗ്ലാനാണ് ചെയ്തിരിക്കുന്നത്. സൗണ്ടിൽ രാജാകൃഷ്ണൻ ഉണ്ട്, ഇവിടെ ജേക്സ് ഉണ്ട്, പിന്നെ ലൈക്ക് ജവാനും ലൈക്ക് പഠാനും ഒക്കെ ചെയ്ത അല്ലേ.
അപ്പോൾ ഒരു ടെക്നിക്കൽ ക്രൂവിനെ പറ്റി കൂടെ പറയാം. എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല എങ്കിലും ടെക്നിക്കൽ ഈ സിനിമ ഇത്രയും എക്സ്പെർട്ടീസ് ഉള്ള ഒരു ടെക്നിക്കൽ ടീമില്ലാതെ നടക്കില്ല. അപ്പോൾ അതിന് ഇപ്പം ഞാൻ ആദ്യം കഥ പറയുന്നത് നിമിഷിനോടാണ്. നിമിഷിനെ പോലൊരു DOP ഈ സിനിമയ്ക്ക് മസ്റ്റാണ്. ബട്ട് നിമിഷ് ഇസ് നോട്ട് ജസ്റ്റ് എ DOP ഇൻ ദിസ് ഫിലിം, നിമിഷ് ഇസ് മോർ ദാൻ ദാറ്റ്. അപ്പം അതിപ്പോൾ നമ്മുടെ ക്രൂവിൻ്റെ അടുത്ത് ആരുടെ അടുത്ത് ചോദിച്ചാലും അറിയാം. അതേപോലെ ഈ വിഷനെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതും നിമിഷ് ചിന്തിക്കുന്നതും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഇപ്പം ഇറ്റ് വാസ് ഈസിയർ ഫോർ അസ് ടു ബിൽഡ് എ ടീം അറൗണ്ട് അസ്. അപ്പോൾ അങ്ങനെയാണ് ബംഗ്ലാൻ വരുന്നതും ജിത്തു വരുന്നതും ജെയ്ക്സ് വരുന്നതും. ദിസ് ടീം ഇസ് ഈ ടീം ആണ് ഇതിൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദെൻ ദി ആക്ടേഴ്സ് കമൻ. ഓക്കെ. യാ, അതുപോലെ തന്നെ ഇതിലൊരു ടാഗ്ലൈൻ ഉണ്ടായിരുന്നു, ദേ ഓൾ ലീവ്. നമ്മുടെ കൂടെയൊക്കെ തന്നെ ഉള്ളവരാണ് ഇതിനകത്ത് ഈ ലോകത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ അല്ലേ, അതിനകത്തൊരു ടാഗ്ലൈൻ കുറച്ച് ക്ലാരിറ്റി നൽകുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ്. ഇല്ല പക്ഷേ അത് സിനിമ കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ്. അതിനകത്ത് വലിയ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ദേ ലിവ് അമംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നമ്മൾ പോലും അറിയാതെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തെ പരിപാടി. അത് ഐ തിങ്ക് യു ഷുഡ് എക്സ്പീരിയൻസ് ഇൻ ദ ഫിലിം. താങ്ക് യു സോ മച്ച് ഡോം, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പുള്ളി പറഞ്ഞ വാക്കുകൾ 1-2 വേർഡ്സ് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോ. പടം 28-ാം തീയതി റിലീസ് ചെയ്തതിന് ശേഷം അത് നമുക്ക് വീണ്ടും പരിശോധിക്കാം. കാര്യം അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ ഞങ്ങൾ ഏകദേശം എല്ലാം റിവീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ലൈറ്റായിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വാക്കുകളൊക്കെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബിക്കോസ് ഇതൊരു വേറെ ലോകത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നതാണ് ഇതിൻ്റെ ഓരോ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. മ്യൂസിക് നമുക്കറിയാം ഇന്ന് സിനിമയുടെ എത്രമാത്രം കണക്റ്റഡാണ് മ്യൂസിക് എന്ന്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഏറ്റവും പ്രഗത്ഭരായ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും മികച്ച ഒരു മ്യൂസീഷ്യനാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ മ്യൂസീഷ്യനായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരിക്കൽ ഓർമ്മയുണ്ട്, ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഐ ഡോണ്ട് നോ വെദർ ഹി റിമെമ്പേഴ്സ് ഇറ്റ് ഓർ നോട്ട്, ഹാരിസ് ജയരാജ് സാറിൻ്റെ ഒരു ഷോ ലൈക്ക് ലോങ് ടൈം ബാക്ക് വെൻ ഐ വാസ് ഹോസ്റ്റിംഗ് ഇറ്റ്, ദർ വാസ് ദിസ് ഗായ്. പുള്ളിയുടെ മ്യൂസിക് അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം ഐ ഹേർഡ് ലൈക്ക് കുറച്ച് നാളത്തേക്ക് പുള്ളിയെ കാണാനില്ലായിരുന്നു. പിന്നെ ഹി വാസ് ട്രാവലിംഗ് അബ്രോഡ് ഓർ സംതിങ്. പിന്നെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി പുള്ളി മ്യൂസിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഇന്ത്യക്ക് വിട്ട് ട്രാവൽ ചെയ്യുകയാണെന്ന്. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പല വേദികളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ സിനിമയിൽ ഇപ്പോൾ സൂപ്പർ ഹീറോ ആയിട്ടും ഹീറോസ് ആയിട്ടും എല്ലാം ഓരോ ക്യാരക്ടേഴ്സും നടന്മാരും നടിമാരും എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ സോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ആ മ്യൂസിക് തന്നിരിക്കുന്നത് മലയാള സിനിമയിൽ ഇപ്പം മോസ്റ്റ് ഹാപ്പനിങ് മ്യൂസീഷ്യൻ, the one and only Jakes Bijoy, and I would love to call him onto the dais. A round of applause to this wonderful musician, a technician, Jakes Bijoy. നമ്മൾ പ്രത്യേകിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു സിനിമ വരുന്ന ടൈമിൽ ജേക്സ് ഓരോ സൈലൻസ് കഴിഞ്ഞിട്ടും ഓരോ മൂവ്മെൻറ്റിലും ഒരു ചെറിയ ബിറ്റ് ഇട്ട വർക്ക് പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രമാണ് ഒരു ഫാൻസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻസും വേറെ ടെക്നീഷ്യൻസ് അക്രോസ് ദ ഗ്ലോബ് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലെ മ്യൂസീഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ലോകത്തിൽ ജേക്സ് ബിജോയുടെ മ്യൂസിക്? വെരി ഗുഡ് ഈവനിങ്, താങ്ക് യു സോ മച്ച്. ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി പോയി, അതുവരെ കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട പ്രിയൻ സർ, ഹ്യൂജ് ഫാൻ. കിലുക്കൊക്കെ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കറിയില്ല സാർ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ, വാണ്ടിങ് ടു വർക്ക് വിത്ത് യു. രാജ് സാറിനറിയാം അത് നടന്നിട്ടില്ല, ബട്ട് ഇറ്റ് ഷുഡ് ഹാപ്പൻ. ഇത് എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ. കാരണം ഇതൊരു ഫെമിലിയൽ ബോണ്ടും കൂടെ ഉണ്ട്. ഡോമിനിക്കിൻ്റെ ഫാദറും എൻ്റെ ഫാദറും ഒരുമിച്ച് BSc ബോട്ടണി പാല സെൻറ് തോമസിൽ പഠിച്ചവരാണ്. അങ്കിളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രദർ കണക്ഷനും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഐ എം സോ ഹാപ്പി. ഇപ്പോൾ ഡോമിനിക് ആദ്യം ലാസ്റ്റ് ഇയർ ഹി കേം ആൻഡ് ടോൾഡ് മീ ദിസ് സ്റ്റോറി. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഡോമിനിക് നിമിഷം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ അവർ വേറെ ഒരു ട്രാവലിലൊക്കെ ആയിരുന്നു. ബട്ട് ഫൈനലി കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ എത്തി. ആൻഡ് ഇങ്ങനൊരു എന്താ പറയുക, ഒരു ന്യൂ വേൾഡ് ആൻഡ് യുനോ വിത്ത് സെവറൽ ചാപ്റ്റേഴ്സ് അതിലോട്ട് എനിക്കത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ലൈക്ക് ഓൾവേസ് ഇറ്റ്സ് സോ ഗുഡ് ടു വർക്ക് വിത്ത് പീപ്പിൾ ഹു ആർ ലൈക്ക് മൈൻഡഡ്. ഇപ്പം നിമിഷാണെങ്കിലും ചമൻ, രാജ് സർ, ഡോൺ, മ്യൂസിക് ഡയറക്ടർ ഡോൺ ഇതിനകത്ത് സൗണ്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പം അതിൻ്റെ ലെവൽ ഓഫ് സോ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ ദർ ഇസ് നോ നീഡ് ഫോർ എക്സ്പ്ലനേഷൻ. നമ്മൾ ചെയ്യുന്നത് ഒരേ മീറ്ററിലായിരിക്കും, അവർ കറക്ഷൻസ് ഇല്ല, വന്നു ചെക്ക് ചെയ്യുന്ന എന്തെങ്കിലും മിനിമൽ കാര്യങ്ങളുണ്ട്. ബിക്കോസ് വി ആർ ട്രാവലിംഗ് ഇൻ ദ സെയിം വേവ് ലെങ്ത്തിലാണ്. അപ്പോൾ ടീസർ ക്രാക്ക് ചെയ്തപ്പോഴും സോങ് ക്രാക്ക് ചെയ്തപ്പോഴൊക്കെ ഡോമിനിക് വൺ ഓഫ് ദ കൂളസ്റ്റ് ഡയറക്ടേഴ്സ് ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരു ടെൻഷനില്ല, ഒന്നും ടെൻഷൻ പോലും ആവില്ല.
അപ്പം എനിക്ക് ഭയങ്കര ബ്രീസി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2.5 മന്ത്സോളം ഞാനിപ്പം നരിവേട്ട കഴിഞ്ഞിടത്തോളം ഐ ബീൻ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം ആൻഡ് എക്സൈറ്റഡ്. അപ്പം ഇനി 28-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. സിനിമ ഇറങ്ങുന്നതിന് മുന്നോടി തന്നെയായിട്ട് ഇനി ശരിക്കും ട്രാക്സ് എനിക്ക് റിലീസ് ചെയ്യാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ OST ട്രാക്സ് എന്തെങ്കിലും ഓഡിയൻസിന് വേണ്ടിയിട്ട് പറയാനുണ്ടോ, ലൈക്ക് ഫോർ ഓൾ ദോസ് ഹു ആർ ഫോളോയിങ് ജേക്സ് ബിജോയ്? അതൊക്കെ പറഞ്ഞാൽ തള്ളാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് അതൊക്കെ നല്ല സേഫായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാലും സസ്പെൻസും ബ്രേക്ക് ആവും. ഇത് ഒരുപാട് ക്ലോസസ് ഉണ്ട്, ഇത് പറയരുതെന്നൊക്കെയുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പടം പോയി കാണുക. ഐ മീൻ ഇത് ഡിസപ്പോയിൻറ്റഡ് ആവില്ല, അത് ഉറപ്പാണ്. അതിനുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പടത്തിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഗംഭീര കൈഡി ഫോർ ജേക്സ് ബിജോയ്. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനുശേഷം നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം സർ. സോ ദുൽഖർ സൽമാൻ പ്രസൻസ് Wayfarer Movies Loka Chapter 1 ചന്ദ്രയുടെ ട്രെയിലർ ലോഞ്ച് വിത്ത് legendary പ്രിയൻ സർ ആൻഡ് കുഞ്ചോ കപൂവൻ ഇവിടെ നടക്കുകയാണ്. ഓൺ എ കൗണ്ട് ഓഫ് 5, 4, 3, 2, 1. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മകള് സിനിമയിൽ അഭിനയിക്കുമെന്ന്. ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ നാഗാർജുന അങ്കിളിങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ? ഞാൻ ചോദിച്ചു നിന്നെക്കൊണ്ട് കഴിയുമോ? അവരങ്ങനെയൊക്കെ പലതും പറയും, നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം. പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാൻ, നഷ്ടപ്പെടാമൊന്നുമില്ലല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ വിറ്റെന്താണെന്ന് വെച്ചാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഈ ട്രയൽ കണ്ടപ്പോഴും എനിക്കതാണ് തോന്നിയത്. ഈ ആൻ്റണി എന്ന് പറഞ്ഞ പടം തൊട്ട് ആളുകളെ എടുത്തിട്ട് ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു. എനിക്കൊരു മകളെന്നുള്ള രീതിയിൽ ഐ കനോട്ട് ഇമാജിൻ ദാറ്റ് ഷീ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ബട്ട് അതാണല്ലോ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. So anyway, whatever has to happen. As long as ഇപ്പം ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ച വാക്കേ ഉള്ളൂ. മക്കളെപ്പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെപ്പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം. സോ ഐ ആം പ്രേയിങ് ഒരു ലോക ഹിറ്റാവട്ടെ എന്ന്. അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബ്യൂട്ടിഫുൾ. വാക്കുകൾക്ക് അതീതമാണ്. അത് ഫ്രണ്ടിൽ നിന്ന് കേൾക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ്. നസ്ലിൻ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിഷ്ണു വിജയമൊക്കെ കാണുന്ന സമയത്ത് കമൽഹാസനെ പോലൊരു നടനെ കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഇന്നസെൻസും എന്നാൽ നല്ല കള്ളനാണെന്ന് നമുക്ക് മനസ്സിലാവും കമൽഹാസൻ്റെ കൂടെ. അതേ സാധനം രണ്ടാമത് ഇറങ്ങിയിരിക്കുകയാണ് നസ്ലിനായിട്ട്. ഒരു ചെറിയ കള്ളനുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പം ചാക്കോച്ചനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കണ്ട ഏറ്റവും മികച്ച പ്രണയ സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് പ്രിയൻ സാറ്. ഈ കോംബോയിൽ ഒരു സിനിമ വന്നിട്ടില്ല ചാക്കോച്ചൻ. അല്ല, നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ് കറക്റ്റ്, വന്നിട്ടില്ല എന്ന് പറയുന്നതല്ല. ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പം എന്നോട് ചോദിച്ചു 100 ആയോ എന്ന് ചോദിച്ചു. ഇല്ല, 98 ആയുള്ളൂ. 100 ആകുമോ എന്നിപ്പോഴും നിശ്ചയമില്ല. അത് കാരണം എന്ന് വെച്ചാൽ സിനിമകൾ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം തന്നെ ഡൊമിനിക് പറഞ്ഞ പോലെ 8 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിക്കാരൻ്റെ പേഷ്യൻസിനെ ഞാൻ സമ്മതിച്ചെടുക്കുന്നു. നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് ജയിക്കോ തോക്കുമോ എന്നൊന്നും ആലോചിക്കില്ല. സിനിമ ചെയ്യുന്ന ഒരു ഹരമാണ്, അങ്ങ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട്. അത് ഒരു ഫിലിം മേക്കറിൻ്റെ ലൈഫിലുള്ള കാര്യമാണ്. അതുകൊണ്ട് സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ചിലപ്പോൾ അത് തെറ്റായി പോവാം, ചിലപ്പോൾ അത് ശരിയായി വരാം. പക്ഷേ രണ്ടും സംഭവിക്കും സിനിമയിൽ. അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും. കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കരുത് എനിക്ക് ഇങ്ങനെയൊക്കെ 2-3 സിനിമ എടുക്കാനുണ്ടായിരുന്നു, അതിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. സോ ഐ തിങ്ക് വി ഷുഡ് സേ ഫിലിം ഈസ് നമ്മുടെ എല്ലാം ഏറ്റവും വലിയൊരു പാഷനാണെന്ന്. ഓക്കെ, ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ആ പാഷൻ കീപ്പപ്പ് ചെയ്യുന്നിടത്തോളം കാലം വിൽ ഗോ ഫോർവേഡ്. ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ്. ഫെയിലിയറൊന്നും അവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് ആൻഡ് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിങ് ദം. സോ ഐ തിങ്ക് ലെറ്റ്സ് ഡു അവർ ജോബ്, ലെറ്റ് ദ റിസൾട്ട് കം. ദാറ്റ്സ് ഇറ്റ്. ആബ്സല്യൂട്ട്ലി ഇൻസ്പയറിംഗ് സർ. ചക്കച്ച,
ട്രെയിലർ വിശേഷങ്ങൾ പിന്നെ കണ്ടിട്ടുള്ള ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം ദ ലിവിങ് ലെജൻസ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി, മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിങ് ലെജൻസിനോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ്. ആൻഡ് രാജേഷിൻ്റെ നാക്ക് പൊന്നാവട്ടെ, ഈ പറയുന്ന പോലെ ഇവരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവട്ടെ. ലോകയുടെ ട്രെയിലർ ലോഞ്ചിന് വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു രസകരമായൊരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. വീട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതീതിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ്, സോ കോൾഡ് റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നുന്നത്. കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ ലൈക്ക് സ്പൈഡർമാൻ, അയൺമാൻ, ഇതൊക്കെ വീട്ടിൽ എൻ്റെ ചോട്ട ഓരോരോ ദിവസങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളിൽ മാറുമ്പോൾ, ഇവൻ മിന്നൽ മുരളിയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതീതിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിലും എല്ലാവരും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗെയിൻ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീസർ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക്, ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ആൻഡ് ബിഗ് കൺഗ്രാറ്റ്സ് ടു ഓൾ ദ ടീം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ദ ട്രെയിലർ. അതേപോലെ തന്നെ പ്രിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം മലയാള സിനിമ നമുക്കെന്നറിയാം, ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോണ്ടൻറ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ലെറ്റ് ഇറ്റ് ബി എ വിന്നർ. ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട്. അവളിപ്പോൾ തന്നെ തല കുനിച്ചു. എൻ്റെ സിനിമകൾ കണ്ടിട്ട് കൂവിയ ഒരാൾ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ആ വ്യക്തിയെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ അല്ലേ അല്ല എൻ്റെ മുഖത്ത് നോക്കി കൈയടിക്കടാ എന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്, കൈ അടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ആരൊക്കെയുണ്ട്? ഹേയ്, നീ വിളിച്ചില്ലല്ലോ, ഞാൻ വിളിച്ചോ? ഇല്ലല്ലോ. ഞാൻ ഏറ്റ് അല്ലേ? ആ കൈയടിച്ചോ? താങ്ക് യു. മറ്റേ നീ പോയി പണി നോക്കടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പണി പോയാൽ. ഇല്ലില്ല, താങ്ക് യു. അപ്പം എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ സുഹൃത്തുമായ സലീം കുമാർ. അപ്പോൾ അറിയാവുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി കിട്ടുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ്. സോ എനിവേ താങ്ക് യു. സോ ഹാപ്പി ടു സീ ഇത് വേറൊരു ഡിഫറെൻറ്റ് ഒരു അറ്റയറിലും ഒരു ഗെറ്റപ്പിലും ചന്തുവിനെ കാണാനായിട്ട് സഹായിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മുത്തേ ഉമ്മ, താങ്ക് യു. സോ ജോക്സ് അപ്പാർട്ട്, വേഫറർ ഫിലിംസ്, DQ, ആ പേര് നമുക്കറിയാം. ക്വാളിറ്റി മൂവീസ് അല്ലെങ്കിൽ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ്, ഒരു പേരാണ്. സോ നമുക്കറിയാം ഒരുപാട് ചെറിയൊരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോയൊരു കാലഘട്ടം ഫാമിലിക്ക് ഉണ്ടായിട്ടും. ബട്ട് എവറിത്തിങ് ഇസ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി എ ഡബിൾ ധമാക്ക ഈ സിനിമയും അതേപോലെ തന്നെ മുമ്പോട്ടുള്ളവരുടെ ജീവിതവും എല്ലാ രീതിയിലും. സോ വി ആർ ഓൾ വിത്ത് യു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു എൻ്റയർ ടീം. താങ്ക് യു. താങ്ക് യു സോ മച്ച് അക്കോച്ചി. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ്. പ്രിയൻസ ഒന്ന് ജോയിൻ ചെയ്യണം സ്റ്റേജിൽ. ഒരു പരിപാടി കൂടെയുണ്ട്, ഒരു ഫംഗ്ഷൻ കൂടെയുണ്ട്. ഓക്കെ, അടുത്തത് ഒരു ആദരിക്കൽ ചടങ്ങിന് കൂടി ഈ വേദി സാക്ഷ്യം വഹിക്കുകയാണ്. അതിലേക്കായിട്ട് പ്രിയൻ സാറിൻ്റെ കൂടി വേദിയിലേക്ക് പങ്കിടാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് മറ്റാരുമല്ല, എനിക്കൊന്ന് പ്രിയൻ സാറിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞ ഒരു പേരാണ് നമ്മളുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ, പിന്നെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ അറിഞ്ഞ പേരാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സിനിമകൾ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതും പ്രിയൻ സാറിൻ്റെ കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ത്യൻ സിനിമ കണ്ട, അതായത് ഇന്ത്യൻ സിനിമയിൽ ഓൾമോസ്റ്റ് ഓൾ ലെജൻഡറി ഫിലിം വർക്കേഴ്സിൻ്റെയും കൂടി വർക്ക് ചെയ്ത വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് art directors we have right now. Ladies and gentlemen, the one and only സാബു സിറിൽ സാർ. സാബു സിറിൽ സാറിൻ്റെ സിനിമകൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മലയാള സിനിമ അങ്ങ് 80-90 മുതൽ അമരം മുതൽ ഇങ്ങ് തുടങ്ങണം. അതിങ്ങ് വരുവാണെങ്കിൽ ഇങ്ങനെ ലേറ്റസ്റ്റ് ബോളിവുഡിൽ പ്രിയൻ സാറിൻ്റെ സിനിമകൾ വരെ ഉണ്ടാവും. അതൊരു വലിയ ലിസ്റ്റാണ്. സാബു സിറിൽ സാറിനെ വേദിയിലേക്ക് ഗംഭീര കൈയോട് കൂടി സ്വാഗതം ചെയ്യാം. ഒരു ഗംഭീര കൈയടി ഫോർ ദിസ് മൊമെൻറ്റ്. പ്രിയൻ സാർ ലാലായിട്ടുള്ള കണക്ഷൻസ് നമുക്കറിയാം, MG ശ്രീകുമാർ, ആ ഫാമിലി എല്ലാമുള്ള കണക്ഷൻസ് നമുക്കറിയാം. പക്ഷേ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ മികച്ച ഓഡിയോഗ്രാഫർ ആക്കിയത് പ്രിയൻ സാറാണ്. ഞാൻ മനസ്സിലാക്കിയത് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു രാജിന് ഇൻട്രസ്റ്റ് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പം രാജ് രണ്ട് വാക്ക് പറയാം. ഇത് 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 ഭയങ്കരമായൊരു സർപ്രൈസാണ് എനിക്ക് പ്രൊഡക്ഷൻ തന്നത്. എനിക്ക് ഇപ്പോഴും ആ ഷോക്ക് മാറിയിട്ടില്ല.
അതും പ്രിയമാമൻ്റെ ഞാൻ മാമൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പ്രിയമാമൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയത് പോലെയുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് എവിടെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ എന്തോ ചെയ്തുകൊണ്ട് നടന്ന സമയത്ത്, എടാ നീ ഇവിടെ വാ, സിനിമ എന്താണെന്ന് നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയ ആളാണ് പ്രിയമാമൻ. ഒരു രാത്രി ഒരു 12 മണിക്ക് എന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ കിടന്നുറങ്ങി എന്നെ വിളിച്ചെണീപ്പിച്ച് ഒരു മണിക്കൂർ എന്നോട് സംസാരിച്ചതിന് ശേഷം നീ ചെന്നൈ കയറി വാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ ജീവിതം. അത് ഇന്ന് ഈ നാഷണൽ അവാർഡോ എന്താണെങ്കിലും അത് ഇവിടെ അർഹതപ്പെട്ടതാണ്. ഞാൻ നത്തിങ് ബിഗ് ഐ ഹാവ് ഡൺ. എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് മാത്രമല്ല, എനിക്ക് ആദ്യമായിട്ട് അവസരം തന്നതും ചെയ്യാൻ അവസരം തന്നതും പ്രിയമാവൻ തന്നെയാണ്. അത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. താങ്ക് യു സോ മച്ച് ജോമൻ, താങ്ക് യു സോ മച്ച്. ഞാൻ മറക്കത്തില്ല. ഐ ജസ്റ്റ് ഗിവ് ദ മൈക്ക് ടു പ്രിയമാവൻ. ഐ തിങ്ക് ഞാൻ സംസാരിക്കുന്നതിനേക്കാളും 2 വാക്ക് പ്രിയമാവൻ്റെ കയ്യിൽ നിന്ന് കേട്ടാൽ എനിക്ക് സന്തോഷമായിരിക്കും. ബേസിക്കലി ഞാൻ എന്തുകൊണ്ടാണ് രാജേഷിനോട് സൗണ്ട് പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു നല്ല ഗുരു ഉണ്ടായിരുന്നു ദീപൻ ചാറ്റർജി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രഥമ ശിഷ്യനായിരുന്നു. അവിടുന്ന് ആ ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. അതിന് ബേസിക്കായിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം പറയാം, ഈസ് എ വെരി ഗുഡ് മൃദംഗിസ്റ്റ്. ഈ മൃദംഗിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം വെച്ചാൽ മ്യൂസിക് അറിയാവുന്ന വളരെ കുറച്ച് എന്താ പറയുക സൗണ്ട് എൻജിനീയേഴ്സിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ പലപ്പോഴും കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് വലിയ സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ട്. വളരെ ഫ്യൂ പീപ്പിൾ ഓൺലി അണ്ടർസ്റ്റാൻഡ്സ് മ്യൂസിക്. സോ അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ് ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റിനെ പറ്റി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജഡ്ജ്മെൻറ്റ്. ബട്ട് ഹി മെയിൻറ്റെയിൻഡ് ഇറ്റ്. അത് ഡെഫിനറ്റ്ലി ഇറ്റ് കെയിം ഫ്രം എ ഗ്രേറ്റ് ഫാമിലി. അത് സംഗീതത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നതായതുകൊണ്ടാണ് അത് കഴിഞ്ഞത്. സോ ഹീ ഷുഡ് താങ്ക് ഹിസ് എന്താ പറയണ ഗ്രാൻഡ് ഫാദേഴ്സ് ബ്രദർ, ഫാദേഴ്സ് സിസ്റ്റർ, അങ്ങനെ ഒരു വലിയ ഹിസ്റ്ററി ഉള്ളൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് കിട്ടിയ ഒരു കഴിവാണ്. അല്ലാതെ നമുക്കൊക്കെ ഒരിക്കലും ഒരാളുടെ എന്താ പറയുന്ന ഒരു നിമിത്തമാകാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദെയർ സക്സസ്. സോ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹിസ് സക്സസ്. ഇറ്റ് ഈസ് ഹിസ് ഹാർഡ് വർക്ക് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് സക്സസ്. ആൻഡ് ഐ ഹോപ്പ് ഹി വിൽ കണ്ടിന്യൂ ദാറ്റ്. താങ്ക് യു. Sabu sir, 2 words. I should only congratulate all the team after seeing the trailer. I think they're coming out with a superhero from Malayalam means we'll all be proud of to see such films, and this is one. I don't know how many more is going to come, and all the best to the whole team, especially the small girl who grew up in front of us. Becoming a superhero is ultimately the best satisfaction we can have, and she'll do many more films. And I think, and I had a great opportunity to work with her, I should say, or she worked with me actually in the beginning before she became an actress. So I am very proud of knowing that she has come to this position. I'm really, really happy. All our blessings and my prayers for you and the whole team especially. സാബു ഈ ട്രയലിന് കണ്ടിട്ട് സാബു ആ ഡയറക്ഷൻ മാത്രമേ നോക്കി കാണുള്ളൂ. ബാക്കി ഒന്നും സാബു കാണില്ല ഒരു സിനിമയിൽ. അത് ഇപ്പോൾ ബാഹുബലി ആയാലും RR ആയാലും ഇതെല്ലാം ഇത്രയും വലിയ സിനിമകൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഒരു ചെറിയ സിനിമ കണ്ടാൽ അതിനകത്ത് ആ കസേര കിടക്കുന്ന പൊസിഷൻ ശരിയല്ല എന്ന് പറയും. സോ അതുകൊണ്ട് സാബു എന്ത് കണ്ടാലും ഞാൻ പലപ്പോഴും ചോദിക്കും, സാബുവിൻ്റെയോട് ഞാൻ ചോദിക്കും, ഒരു സിനിമയുടെ ആദ്യം വന്ന് ചോദിക്കും ഈ സിനിമയുടെ ആർട്ട് ഡയറക്ടറാണെന്ന്. ഞാൻ ഇറങ്ങിയ ഉടനെ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ അതാണ്. സോ ബിക്കോസ് ഹീസ് മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഹിസ് വർക്ക്. അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ ടെക്നീഷ്യനും സിനിമയിൽ അവരവരുടെ കഴിവ്. ബിക്കോസ് ഫിലിം ഈസ് എ ടീം വർക്ക്. They should contribute their best. So that is what makes a film a good film. Individually, I don't know their names specifically. So
overall, all the crew and the cast who really put their hard work, and the captain of the ship deserves the highest one to make a film like this, because it's quite challenging. I know I work for different kind of films, from Kanjivaram Mithum to Krish 3, which she was a part of it when we were working, and today done bigger films, but I know how difficult it is to manage and make it, and especially in Malayalam, to reach and make a film of that level. നമസ്കാരം. ട്രെയിലർ കണ്ടു, കിടിലായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ പ്രിയൻ സാർ പറഞ്ഞാൽ ഈ ലോകം മൊത്തം കാണട്ടെ, ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറട്ടെ, എല്ലാ ഭാഷകളുടെയും അതിർത്തി ഭേദിച്ച് മുന്നേറട്ടെ. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്ത അതായത് നസ്ലിം ബ്രോയ്ക്കും കല്യാണിക്കും അതുപോലെ തന്നെ ഡൊമിനിക് ബ്രോ, ശാന്തി, പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒരു മലയാളത്തിൽ നിന്നുള്ളൊരു അടുത്തൊരു 300 കോടി 400 കോടി പടായി മാറട്ടെ, കിടിലാവട്ടെ. അയാം ഗെയിമിൻ്റെ സമയത്ത് DQ എന്തെങ്കിലും ലോകയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അയാം ഗെയിമിൻ്റെ സമയത്ത് DQ എന്തെങ്കിലും ഇത് സിനിമയെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ പെപ്പയുടെ? അത് അയാം ഗെയിമിൻ്റെ ടെൻഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി മാത്രം സംസാരിക്കേണ്ടായിരുന്നുള്ളൂ. So thank you, ഒരു ഗംഭീര കൈഡി ഫോർ പെപ്പെ ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച് ജിയ. താങ്ക് യു. എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. പലതവണ ആവർത്തിച്ചതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ച് അത്ഭുതപ്പെടുത്തിയ സംവിധായകൻ പ്രിയൻ സാർ, സാബു സുരസാൽ. ഞാനൊക്കെ അസൂയയോടുകൂടി കലാലയ കാലത്ത് ചന്തു കൂവിയത് മാത്രമേ ചാക്കോച്ചൻ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ എല്ലാ പെൺപിള്ളേരുടെ ഓട്ടോഗ്രാഫ് ബുക്കിൻ്റെ കവറിലൊക്കെ ഈ ചാക്കോച്ചൻ്റെ പടമൊക്കെ കണ്ട് ഒരുപാട് അസൂയപ്പെടുകയും അങ്ങനെ പറ്റിയാൽ കറണ്ട് പോകുന്ന സമയത്ത് കൂവുകയും അല്ലെങ്കിൽ നമ്മളെ കൂവുകയും നിറയുകയൊക്കെ ചെയ്തിട്ടുള്ള ചാക്കോച്ചൻ. പിന്നെ മുന്നിലൊരു സെറ്റ് ആർട്ടിസ്റ്റുകൾ ഇരിക്കുകയാണ്, പുതിയ തലമുറയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, നസ്ലിനും കല്യാണിയും ചന്തു ഉൾപ്പെടുന്ന എല്ലാവരും ഇരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ കണ്ട് വലിയ അത്ഭുതത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ചാക്കോച്ചൻ പറഞ്ഞു അവിടെ ദുൽഖറാണ് സിനിമയുടെ നിർമ്മാണം. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളിൽ കോവിഡ് വന്നപ്പോഴല്ലാതെ ഒരു 50 ദിവസം മമ്മൂക്ക സിനിമയില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്രമ സമയത്ത് അദ്ദേഹം ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരുന്നത് ഈ ഒരു സിനിമയുടെ വളർച്ചയാണ്. ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് എങ്ങനെയായി എന്ന് വളരെ കൗതുകത്തോടെ ചോദിക്കുമായിരുന്നു. ഈ നമുക്കിടയിൽ നടക്കുന്ന ആളുകളെ പറ്റിയും നമ്മുടെ സ്വാഭാവികമായ കഥയൊക്കെ പറയാനൊക്കെ പറ്റും. ഇത്രയധികം വിഷ്വലുകൾ കുമിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കാഴ്ച ഉണ്ടാക്കുക, എങ്ങനെയാണ് ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും തലപുകഞ്ഞ് ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നും തീർത്തും പുതിയൊരു കഥാപരിസരം ഒക്കെ ഉണ്ടാക്കിയ സംവിധായകൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക. നേരത്തെ ഇതിൻ്റെ ക്രൂവിനെ പറ്റി സംസാരിച്ചല്ലോ. ഒരു സാധാരണ കഥ പറയുന്ന പോലെ അല്ലല്ലോ, ഒരാൾ മനസ്സിൽ കാണുന്ന കഥ ഇങ്ങനത്തെ ഒരു ലോകത്ത് നടക്കുന്ന കഥയായി പറയുന്നതൊക്കെ വലിയ ശ്രമകരമായ ജോലിയാണ്. അങ്ങനെ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് ഇന്ന് ഈ ട്രെയിലർ എത്തുന്ന അവസരം വരെ ഇതെത്തിയിരിക്കുന്നു. ഒരുപാട് പേരുടെ വലിയ അധ്വാനം ഈ ചിത്രത്തിന് പുറകിലുണ്ട്. അവരുടെ എല്ലാം അധ്വാനം ഏറ്റവും ഗംഭീരമായി ഫലം കാണട്ടെ, ഏറ്റവും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ പ്രേം സാർ പറഞ്ഞു കല്യാണി അഭിനയിക്കുന്നത് വലിയ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയെന്നൊക്കെ ഞാനിങ്ങനെ കൂട്ടി വായിക്കായിരുന്നു. ഇത് ചന്ദ്ര എന്ന് കല്യാണി കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പം ഞാനൊക്കെ ചന്ദ്രലേഖ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ ചന്ദ്രയുടെ ലോകം അതിൻ്റെ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത്. അവിടെ ഈ വലിയ ആളുകളോടൊപ്പം വരാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എൻ്റയർ ടീം. ഓക്കെ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സിനിമ ഭയങ്കര കണക്റ്റ് ആയിട്ടുള്ളത് എൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ എനിക്ക് വളരെ പ്രിയപ്പെട്ട അടുത്ത സുഹൃത്താണ്. ഇതിൻ്റെ ഒരു ഐഡിയ ഫോം ചെയ്ത് ഈ വേഫറിൽ പറയുന്ന സമയം തൊട്ട് തന്നെ വളരെ ക്യൂരിയസ് ആയിരുന്നു ഈ സിനിമ ഒരു ഫൈനൽ ഔട്ട്പുട്ടായി കാണാൻ. കാരണം അത് അത്ര സിമ്പിളല്ലാത്തൊരു സിനിമയാണ്. ഇത് കഥ പറയുമ്പോഴത്തേക്കും ഇതെങ്ങനെ സിനിമയാവും എന്ന് നമ്മൾ മാറി എന്ന് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ട്രെയിലറായിട്ട് കണ്ടപ്പം ശരിക്കും ഞെട്ടിപ്പോയി. ഡൊമിനിക് ബ്രോ സൂപ്പർ ഗംഭീര ട്രെയിലർ. നമ്മൾ മനസ്സിലൊക്കെ കണ്ടേ കഥ കേട്ട് 1 ലൈനേ കേട്ടിട്ടുള്ളൂ. പക്ഷേ അത് കേട്ടിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്തതിനേക്കാളും മുകളിലാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴും നിങ്ങളുടെ കണ്ടൻറ്റ് സൂപ്പർ എന്ന് എല്ലായിടത്തും പോയി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്കെയിലിനെ പറ്റിയിട്ട് ഒരിക്കലും വളരെ കുറച്ചായിട്ട് പറയാനുള്ളത്. അപ്പം നല്ലൊരു കണ്ടൻറ്റും സ്കെയിലും കൂടെ ചേർന്നാൽ എന്താണെന്നുള്ളൊരു റിസൾട്ടാണ് ഇപ്പോൾ ചന്ദ്ര ലോക കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഗംഭീര ട്രെയിലർ.
താങ്ക് യു സോ മച്ച്. ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, കല്യാണി, നിസ്ലൻ, എല്ലാവരും, ഇതിൽ ചന്തു, അരുൺ, എല്ലാവർക്കും എല്ലാവരും അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുവാണ്. കാരണം ഈ സിനിമ നന്നായിട്ട് ഓടേണ്ട എൻ്റെയും കൂടെ ആവശ്യമാണ്. കാരണം ഇത് നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ ജോം സാറ് നമ്മുടെ പടത്തിൻ്റെ ബഡ്ജറ്റും കുറച്ച് കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് ഗംഭീര ഹിറ്റാകട്ടെ. താങ്ക് യു സോ മച്ച്. പ്രിയൻ സാർ, എനിക്ക് ഇത് ഇപ്പോൾ രാജാർസൻ സാറിന് നിമിത്തമായിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ എനിക്ക് ഫസ്റ്റ് ടൈം കാണുവാണ്. വളരെ സന്തോഷത്തില്ല. സാറ് ഡയറക്റ്റ് നിമിത്തമായിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ സിനിമകളാണ് എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് സിനിമയിലേക്ക് വരാൻ നിമിത്തമായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് സാർ. ലവ് യു സാർ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ നാസ് പറഞ്ഞപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ. ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ട്രെയിലറല്ല ടീസറിൻ്റെ റിലീസിന് മുന്നേ ഞാൻ കണ്ടിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷ് ഒരു തവണ എന്നെ കാണിച്ചിരുന്നു. അന്നേ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചാണ്. ഇറ്റ് വാസ് അമേസിങ്. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ടീസർ ഇവിടെ കണ്ടപ്പോഴും ഇപ്പോൾ ട്രെയിലർ ആയാൽ പോലും ഇറ്റ്സ് നെക്സ്റ്റ് ലെവൽ. നസ്ലിൻ, ഓൾ ദി ബെസ്റ്റ് മാൻ. പിന്നെ കല്യാണി ആണെങ്കിലും നമ്മുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും സിനിമ അല്ലാതെ ദേ ബോത്ത് ആർ മൈ ട്രെയിനിങ് പാർട്ട്നേഴ്സ് അറ്റ് ദ ജിം. സോ ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ വരുമ്പം പോകാൻ നിൽക്കുകയാണ്, അതങ്ങ് ഓട്ടാൻ നിൽക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ചോദിക്കാതിരിക്കാൻ തറയില്ല. ഐ ആം ഗെയിം എങ്ങനെയാണ് ഡി ക്യു ഒപ്പം ജോയിൻ ചെയ്യും? എന്താ അതിൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞത്. ഇത് നന്നായിട്ട് ഓടുന്ന അനുസരിച്ച് അദ്ദേഹം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പം നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും ഹോപ്പ്ഫുള്ളി.